പിന്നെ മധുരയിൽ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പുതിയ ബസ് കണ്ടു. ഞാൻ ആക്ച്വലി കണ്ടത് SCTCയുടെ മറ്റേ MG ലീറ ബോഡി വണ്ടിയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ കിടക്കുന്നത് പ്രകാശിൻ്റെ ഒരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പുറകിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതാണ് പുതിയ SCTC പ്രകാശ് ബോഡി സ്ലീപ്പർ. TN01 AN 4317 ആണ് വണ്ടിയുടെ നമ്പർ. BS6 ആണ്. എക്സോസ്റ്റൊക്കെ മുന്നിലാണ്. അപ്പോൾ പ്രകാശിലാണ് ബോഡി ചെയ്തിരിക്കുന്നത്. 12 മീറ്ററാണ്. നോർമലി ഇവർ എടുക്കുന്ന ചേസ് എന്ന് പറയുന്നത് 12 മീറ്റർ ചേസുകളാണ്. SCTC സെപ്പറേറ്റ് ഒരു കോർപ്പറേഷനാണ് അവരുടെ ലോങ് വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ലൈലാൻഡാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അവരുടെ വണ്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മധുര ഡിപ്പോയുടെ വണ്ടിയാണ്. 137 NSS എന്നാണ് ഇതിൽ റൂട്ട് കോഡ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ വണ്ടി ഏതാണ് റൂട്ടെന്നൊക്കെ നോക്കാം. വിഴുപ്പുരം ട്രിച്ചി മധുരയ്ക്ക് വന്ന വണ്ടിയാണ്. മധുര ഡിപ്പോയുടെ വണ്ടിയാണ്. MDU D637 വില്ലുപുരം ട്രിച്ചി വഴി വന്നതാണ്. അപ്പോൾ ചെന്നൈ മധുര വണ്ടി ആയിരിക്കണം. വില്ലുപുരം ട്രിച്ചി വഴി മധുരയ്ക്ക് വന്ന വണ്ടിയാണ്. നമുക്ക് അവരോട് ചോദിച്ചിട്ട് അകത്തുനിന്ന് കയറാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അവരോട് ചോദിച്ചിട്ട് നമ്മൾ വണ്ടിയുടെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് സീറ്റർ ആണ്, ഇപ്പുറത്തെ സൈഡ് സ്ലീപ്പറാണ്. അപ്പോൾ വണ്ടിയുടെ അതായത് വണ്ടി മുന്നോട്ട് പോകുമ്പോൾ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൽ രണ്ടും അപ്പറും ലോവറും ബർത്തുകളാണ്. വണ്ടിയുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സീറ്റർ താഴത്തെ നിലയിലും മുകളിലത്തെ നിലയിലായിട്ട് സ്ലീപ്പർ ബർത്തുകളുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ രണ്ട് സീറ്റുകളും ഇവിടെ ഈ 2 ബർത്തുകളുമാണ്. അപ്പോൾ പ്രകാശ് ബോഡിയാണ്. അപ്പോൾ സീറ്റ് നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ചാർജിങ് പോയിൻറ്റ്, ചാർജ് ചെയ്യുമ്പോൾ മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. പിന്നെ ലൈറ്റ്സ് സെപ്പറേറ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വണ്ടി നോൺ AC ആണ്. അപ്പോൾ സെപ്പറേറ്റ് ഫാൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റുകൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാ ബർത്തുകൾക്കും ഫാന് സെപ്പറേറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റുകൾക്ക് റീഡിങ് ലൈറ്റ്സ് ഒക്കെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3 സീറ്റ് ഒന്നിച്ച്, അതായത് 3 4 7 11 11 4 15 15 6 21 സീറ്റുകളാണ് ഈ വണ്ടിയിലുള്ളത്. അതിനുശേഷം 2 4 6 8 10 11 12 13 14 15, അതായത് വണ്ടിയിലെ മൊത്തം 20 സ്ലീപ്പർ ബർത്തുകളും 21 സീറ്റുകളുമാണ് ഈ വണ്ടിയിൽ മൊത്തത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കേർട്ടൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നോൺ AC വണ്ടിയാണ്. ലാസ്റ്റ് ബർത്തുകൾ മാത്രം ബാക്കി എല്ലാ ബർത്തുകളെ അപേക്ഷിച്ച് പിന്നിലേക്ക് ഫേസ് ചെയ്യുന്നത് ആയിരിക്കും. അത് വണ്ടിയുടെ റിയർ പോർഷനിൽ അവർക്ക് സപ്പോർട്ടൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ വിശേഷങ്ങൾ. നോർമലി എല്ലാ വണ്ടികളിലും ഉണ്ടാകുന്നത് പോലെ ലഗേജ് റാക്കും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവർക്കൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇറങ്ങാം. താങ്ക്സ് എന്നെ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ SCTC വണ്ടിയുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ APSRTCയുടെ ഒരു ക്രൂ വന്നിട്ട് അവരുടെ വണ്ടിയുടെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമെന്നൊന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആ വണ്ടിയുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആണ് ആ ക്രൂ. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് മധുരയിൽ നിന്ന് വൈകുന്നേരം 6 മണിക്ക് ശ്രീകാളഹസ്തിക്കും തിരുപ്പതിക്കും പോകുന്ന ഒരു സൂപ്പർ ലക്ഷറി ബസ്സാണ് APSRTCയുടെ. രാവിലെ 5 മണിക്ക് തിരുപ്പതി എത്തും. അപ്പോൾ ഒരു 6 മണി 7 മണിക്കുള്ളിൽ അവർ കാളഹസ്തിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തിരുപ്പതി വണ്ടിയുടെ ഉൾവശം. 2x2 സീറ്റിംഗ് ആണ്, പുഷ് ബാക്ക് സീറ്റ്സ് ആണ്. അപ്പോൾ ഡെയിലി സർവീസാണ്. നമ്മുടെ തിരുപ്പതിയിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 6:30-ക്ക്, മധുരയിൽ നിന്ന് എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്കാണ് സർവീസ് പുറപ്പെടുന്ന BS4 വണ്ടിയാണ്.
അപ്പോൾ ഇതാണ് ഗവൺമെൻറ് ഓഫ് ആന്ധ്രാപ്രദേശ് തിരുപ്പതി ഡിപ്പോ. തിരുപ്പതി കാളഹസ്തിയിൽ നിന്ന് മധുരയ്ക്ക് ഉള്ള സർവീസ്. ഇവരാണ് അതിൻ്റെ ക്രൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ലൈലാൻഡ് വണ്ടിയാണ്. നമുക്ക് ടിക്കറ്റ്സ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. APSRTC online.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ടിക്കറ്റ്സ് എടുക്കാനായിട്ട്. അപ്പോൾ ദർശൻ്റെ ടിക്കറ്റ്സ് ഉൾപ്പെടെ ഇതിൽ കിട്ടും എന്നാണ് നമ്മുടെ ക്രൂ നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരു അറിവും കൂടെ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.